Dear students, next we are going to discuss about the last part of this module, winding up of companies. Voluntary winding up. What is voluntary winding up? Voluntary winding up means winding up of the company by the members without interference by the tribunal. ട്രിബ്യൂണലിൻ്റെ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഇടപെടലില്ലാതെ മെമ്പേഴ്സ് ഒരു കമ്പനിയെ പിരിച്ചുവിടുന്നതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. എ കമ്പനി മേ ബി വൗണ്ട് അപ്പ് വോളണ്ടറിലി ആസ് പെർ സെക്ഷൻ 304. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 304 പ്രകാരം ഒരു കമ്പനി സ്വമേധയാ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് പാസസ് റെസൊല്യൂഷൻ ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഈ സെക്ഷൻ പ്രകാരം കമ്പനി ജനറൽ മീറ്റിങ്ങിലൊരു റെസൊല്യൂഷൻ പാസ് ചെയ്തിരിക്കണം. അതായത് കമ്പനിയുടെ ആ ഡ്യൂറേഷൻ തീരുകയോ അല്ലെങ്കിൽ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ കമ്പനി ഫോം ചെയ്തത് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യുക അല്ലെങ്കിൽ ആ ഇവൻറ്റ് ഒക്യുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി അതിൻ്റെ ജനറൽ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് സ്വമേധയാ പിരിച്ചുവിടാവുന്നതാണ്. അല്ലെങ്കിൽ ഇഫ് ദ കമ്പനി റിസോൾവ്സ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ദാറ്റ് ഇറ്റ് ഷാൽ ബി വോളണ്ടറിലി വൗണ്ട് അപ്പ്. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് കമ്പനി സ്വമേധയാ പിരിച്ചു വിടേണ്ടതാണ് അല്ലെങ്കിൽ സ്വമേധയാ വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പ്? ഇനി എന്തെല്ലാമാണ് വോളണ്ടറി വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസ്? ഫസ്റ്റ്, ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. ഒരു സോൾവൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിക്ലറേഷൻ, ഒരു പ്രസ്താവനയാണ്. ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി മസ്റ്റ് ബി മെയ്ഡ് ബൈ ദ ഡയറക്ടേഴ്സ് വിത്തിൻ 5 weeks ഓഫ് പാസിംഗ് റെസൊല്യൂഷൻ ഫോർ വൈൻഡിങ് അപ്പ്. റെസൊല്യൂഷൻ, ഈ ഒരു വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ പാസ് ചെയ്ത് ഒരു 5 ആഴ്ചൻ്റെ ഉള്ളിലായിട്ട് 5 വീക്കിൻ്റെ ഉള്ളിലായിട്ട് ഡയറക്ടേഴ്സ് ഇങ്ങനൊരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി നടത്തിയിരിക്കണം. അതായത് കമ്പനിയുടെ സോൾവൻസി ഡിക്ലെയർ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഷെയർ ഹോൾഡേഴ്സ് റെസൊല്യൂഷൻ. പിന്നെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെസൊല്യൂഷനാണ്. ഷെയർ ഹോൾഡേഴ്സ് അവരുടെ മീറ്റിങ്ങിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷനോ അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനോ പാസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഇങ്ങനെ വോളണ്ടറി വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് കൂടിയിരിക്കണം. ആൻഡ് ദ ബോർഡ് മേ അപ്പോയിൻറ്റ് വൺ ഡയറക്ടർ ടു പ്രിസൈഡ് ദ മീറ്റിംഗ്. ഇനി ഈ ഒരു മീറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഈ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടത്തുമ്പോൾ അതിൽ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് ദ മീറ്റിംഗ് ഷുഡ് ബി സെൻഡ് ടു ദി രജിസ്ട്രാർ വിത്തിൻ 10 days. ഇങ്ങനെ റെസൊല്യൂഷൻ വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസൊല്യൂഷൻ്റെ പാസ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷന് അതിൻ്റെ ഒരു റെസൊല്യൂഷന് നോട്ടീസ് രജിസ്ട്രാർക്ക് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഫയൽ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് ദ മീറ്റിംഗ് ഷുഡ് ബി സെൻഡ് ടു ദി രജിസ്ട്രാർ വിത്തിൻ 10 days. റെസൊല്യൂഷൻ ആൻഡ് നോട്ടീസ്, റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസ് രജിസ്ട്രാർക്ക് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ സെൻഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഗിവ് എ നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് വിത്തിൻ 14 days. 14 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ കമ്പനിയുടെ ഒഫീഷ്യൽ ഗസറ്റിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സിലും പബ്ലിഷ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി പ്രൊവിഷൻസ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ്? Commencement of winding up on the date of resolution under section 304 of the Companies Act. Companies Actലെ സെക്ഷൻ 304 പ്രകാരം പറയുന്നത് ഈ റെസൊല്യൂഷൻ പാസ് ചെയ്ത ഡേറ്റ് മുതൽ, അതായത് ആ റെസൊല്യൂഷൻ്റെ ഡേറ്റ് മുതൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും തുടങ്ങിയിരിക്കണം, എല്ലാ നടപടികളും തുടങ്ങിയിരിക്കണം. ഈ സെക്ഷൻ 304 പറയുന്നതാണ് ഈ ഒരു പ്രൊവിഷൻ. നെക്സ്റ്റ്, സ്റ്റോപ്പിംഗ് ദ ബിസിനസ് ആസ് പെർ സെക്ഷൻ 309 ഓഫ് ദി കമ്പനീസ് ആക്ട്. പിന്നെ ഈ ഒരു വൈൻഡിങ് അപ്പ് ആക്ടിവിറ്റീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഈ 309 സെക്ഷൻ പറയുന്നതാണ്. ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് അതും ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊവിഷനാണ്. കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അതായത് 310 പറയുന്നതാണ് ഈ ഒരു provision. Next, powers of company or creditors to remove and fill vacancies of company liquidator. കമ്പനിക്കും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനും കമ്പനി ലിക്വിഡേറ്റേഴ്സിൻ്റെ വേക്കൻസി ഫില്ല് ചെയ്യാൻ, അതായത് അവരെ അപ്പോയിൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. കമ്പനിക്കും ക്രെഡിറ്റേഴ്സിനും കമ്പനി ലിക്വിഡേറ്റേഴ്സിൻ്റെ വേക്കൻസി ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ ലിക്വിഡേറ്റേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. നോട്ടീസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ ടു ബി ഗിവൻ ടു ദി രജിസ്ട്രാർ. ലിക്വിഡേറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടീസ് രജിസ്ട്രാർക്ക് കൊടുക്കുക.
എന്നുള്ളതും ഈ ഒരു വോളണ്ടറി വൈൻഡിംഗ് അപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ലിക്വിഡേറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസ് രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കണം. ആൻഡ് സീസസ് ബോർഡ്സ് പവർ. ഇങ്ങനെ ഓരോ വോളണ്ടറി വൈൻഡിംഗ് അപ്പിൻ്റെ ഒരു നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് നഷ്ടമാവുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദി പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ. ഇനി കമ്പനി ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്? ഹി ഷുഡ് സെറ്റിൽ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. എല്ലാ കോൺട്രിബ്യൂട്ടറീസിനും അവരെ സെറ്റിൽ ചെയ്യേണ്ടത് ആ ഒരു ഉത്തരവാദിത്തം കമ്പനി ലിക്വിഡേറ്റർക്കാണ്. അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്ററിൻ്റെ പവറാണ്, ഡ്യൂട്ടിയാണ് ടു സെറ്റിൽ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. ആൻഡ് ഹി ഷാൽ കോൾ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക എന്നുള്ളതും കമ്പനി ലിക്വിഡേറ്ററിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. കമ്പനി വൈൻഡിംഗ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടത് ഈ ഒരു കമ്പനി ലിക്വിഡേറ്ററാണ്. മെയിൻറ്റെയിൻ റെഗുലർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. കമ്പനിയുടെ റെഗുലറായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ശരിയായ രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് പ്രിപ്പയർ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും കമ്പനി ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഷുഡ് പേ ദ ഡെബ്റ്റ്സ് ഓഫ് ദി കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ കടങ്ങൾ ഡെബ്റ്റ്സ് കൊടുക്കുക എന്നുള്ളതും ഈ ഒരു കമ്പനി ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ പവേഴ്സാണ്. നെക്സ്റ്റ്, വാട്ട് ആർ സെക്രട്ടറീസ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് വോളണ്ടറി വൈൻഡിംഗ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി? അറേഞ്ച് ഫോർ ദി പ്രിപ്പറേഷൻ ആൻഡ് ഓഡിറ്റ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. കൺവീൻ മീറ്റിംഗ് ഓഫ് ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുക എന്നുള്ളതും സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. കൺവീൻ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക എന്നുള്ളതും സെക്രട്ടറിയുടെ കൂടി ഡ്യൂട്ടിയാണ്. ആൻഡ് ഹെൽപ്പ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ്, കോൺസിക്വൻസസ് ഓഫ് വൈൻഡിംഗ് അപ്പ്. ഫസ്റ്റ്, കോൺസിക്വൻസ് ഓഫ് വൈൻഡിംഗ് അപ്പ് ടു ഷെയർഹോൾഡേഴ്സിന് കമ്പനി വൈൻഡിംഗ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് ഷെയർഹോൾഡേഴ്സിന് ഉണ്ടാകുന്ന കോൺസിക്വൻസ്? ദേ ആർ ലയബിൾ ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. ഷെയർഹോൾഡേഴ്സ് ആർ കോൺട്രിബ്യൂട്ടറീസ്. ഷെയർഹോൾഡേഴ്സ് ലയബിളായിട്ടുള്ളത് അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അത്രയാണ് അവരുടെ ലയബിലിറ്റി. ആ ഒരു ഫേസ് വാല്യൂവിൻ്റെ എമൗണ്ട് അവർ കമ്പനിക്ക് വൈൻഡിംഗ് അപ്പിൻ്റെ സമയത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇവർ കോൺട്രിബ്യൂട്ടറിയാണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോൺസിക്വൻസസ് ടു ക്രെഡിറ്റേഴ്സിന് കമ്പനി വൈൻഡിംഗ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കോൺസിക്വൻസ് എന്താണ്? ദെയർ ലയബിലിറ്റീസ് ആർ ഡിസ്ചാർജ്ഡ്. ക്രെഡിറ്റേഴ്സിൻ്റെ എല്ലാ ലയബിലിറ്റീസും കൊടുത്തു തീർക്കുന്നു. കോൺസിക്വൻസസ് ടു സെർവൻസ് ആൻഡ് ഓഫീസേഴ്സ്. ഈ കമ്പനിയുടെ സെർവൻസ് അല്ലെങ്കിൽ ഓഫീസേഴ്സ്, എംപ്ലോയീസ് ഇവർക്ക് എന്താണ് കമ്പനി വൈൻഡിംഗ് അപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന കോൺസിക്വൻസ്? നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് ഇസ് ഗിവൺ ടു ദം. അതായത് അവരെ പിരിച്ചുവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടീസ് അവർക്ക് കൊടുക്കുന്നു. അതായത് ഇനി അവർ കമ്പനിയുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ സെർവൻസ് ഓഫീസേഴ്സ് അല്ല എന്ന് പറഞ്ഞ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു നോട്ടീസ് കൊടുക്കുക. ആൻഡ് കോൺസിക്വൻസസ് ഓർ പ്രൊസീഡിങ്സ് എഗെയിൻസ്റ്റ് ദ കമ്പനി. നോ ലീഗൽ പ്രൊസീഡിങ്സ് ക്യാൻ ബി കമൻസ്ഡ് എക്സെപ്റ്റ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദി കോർട്ട്. കമ്പനിക്കെതിരായിട്ട് ഒരു രീതിയിലുള്ള ലീഗൽ പ്രൊസീഡിങ്സും കോർട്ടിൻ്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അതായത് കമ്പനിക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കോർട്ടിൻ്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം, വൈൻഡിംഗ് അപ്പിലുള്ളൊരു കമ്പനിയാണെങ്കിൽ. നെക്സ്റ്റ്, കോൺസിക്വൻസസ് ടു കോസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോൺസിക്വൻസ് ആണ്. ദ കോർട്ട് മേ മേക്ക് ഓർഡർ ഓഫ് പേയ്മെൻറ്റ് ഫോർ കോസ്റ്റ് ഔട്ട് ഓഫ് അസറ്റ്സ്. കമ്പനിയുടെ അസറ്റ്സിൽ നിന്നും കമ്പനിയുടെ കോസ്റ്റുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിന് ഓർഡർ ചെയ്യാവുന്നതാണ്. അതായത് കമ്പനിയുടെ ചിലവുകളെല്ലാം മീറ്റ് ചെയ്യേണ്ടത് കമ്പനിയുടെ അസറ്റിൽ നിന്നാണ്. അങ്ങനെ കമ്പനിയുടെ അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് അസറ്റിൽ നിന്നും കമ്പനിയുടെ കോസ്റ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിന് ഓർഡർ ചെയ്യാവുന്നതാണ്. കോൺസിക്വൻസസ് ടു ഡോക്യുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് ഒരു വൈൻഡിംഗ് അപ്പ് കോൺസിക്വൻസ്? എനി ഡോക്യുമെൻ്റ് ഓർ ലെറ്റർ എക്സെട്രാ മസ്റ്റ് കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദ കമ്പനി ഈസ് വൗണ്ട് അപ്പ്. കമ്പനിയുടെ എല്ലാ ലെറ്റേഴ്സും ഡോക്യുമെൻറ്റ്സും എല്ലാത്തിലും കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം എല്ലാ ലെറ്റേഴ്സിലും ഡോക്യുമെൻറ്റ്സിലും. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി? എന്താണ് ഡിസൊല്യൂഷൻ?
ഈ വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് കമ്പനി ഒരു അവസാനത്തിലേക്ക് വരുന്നതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സ്റ്റേജ് വെൻ ദ കമ്പനി സീസസ് ടു എക്സിസ്റ്റ്. കമ്പനിയുടെ നിലനിൽപ്പ് നഷ്ടമാവാൻ സീസ് ചെയ്യാണ് ഇതിലൂടെ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ എക്സിസ്റ്റൻസ് ഓഫ് ദി കമ്പനി കംസ് ടു ആൻ എൻഡ്. കമ്പനിയുടെ നിലനിൽപ്പ് ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ നിലനിൽപ്പ് ഒരു അവസാനത്തിലേക്ക് എത്തുക. അതായത് കമ്പനി ഇനി ഇല്ല എന്നുള്ള ഒരു സ്റ്റേജ്, അതാണ് ഡിസൊല്യൂഷൻ. ദ എക്സിസ്റ്റൻസ് ഓഫ് ലിക്വിഡേറ്റർ ഓൾസോ എൻസ്. പിന്നെ ലിക്വിഡേറ്റർ എന്നുള്ളൊരു പൊസിഷനും ഇല്ല, ലിക്വിഡേറ്ററിൻ്റെ എക്സിസ്റ്റൻസും ഇല്ലാതാവുന്നു. നോ വർക്ക് ക്യാൻ ബി ക്യാരിഡ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. പിന്നെ കമ്പനിയുടെ പേരിലൊരു വർക്കും ചെയ്യാൻ പറ്റില്ല. അതായത് കമ്പനി ഇല്ല, കമ്പനിയുടെ നിലനിൽപ്പ് അവസാനിച്ചു, അല്ലെങ്കിൽ കമ്പനി ഇനി ഇല്ല എന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള ഒരു വർക്കും കമ്പനിയുടെ പേരിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കമ്പനിയുടെ അവസാനം, അല്ലെങ്കിൽ കമ്പനി ഒരു എൻഡിലേക്ക് വരുന്നതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. Next, methods of dissolution of a company. Under the provisions of the Act, company may be dissolved in the following way. Companies Actലെ പ്രൊവിഷൻ പ്രകാരം ഇനി പറയുന്ന രീതികളിലൊക്കെയാണ് കമ്പനി ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. ഫസ്റ്റ്, ഇഫ് ദ നെയിം ഓഫ് ദി കമ്പനി ഈസ് റിമൂവ്ഡ് ഫ്രം ദി രജിസ്റ്റർ ഓഫ് കമ്പനീസ് ബൈ ദി രജിസ്ട്രാർ. കമ്പനീസിൻ്റെ രജിസ്ട്രാർ കമ്പനിയുടെ പേര് ആ ഒരു രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. അതായത് കമ്പനീസിൻ്റെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് നെയിം ലിസ്റ്റിൽ നിന്നും അത് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ കമ്പനിയുടെ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ബൈ ദി ഓർഡർ ഓഫ് ദി ട്രിബ്യൂണൽ. ഈ ട്രിബ്യൂണലിൻ്റെ ഓർഡർ പ്രകാരം കമ്പനി ഡിസൊല്യൂഷൻ സംഭവിക്കാം, കമ്പനി ഡിസോൾവ് ആവാം. അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ബൈ ലിക്വിഡേഷൻ വഴി ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. വെൻ ദ ലിക്വിഡേറ്റർ ഹാസ് കംപ്ലീറ്റഡ് ഓൾ ദ ഫോർമാലിറ്റീസ് ഓഫ് വൈൻഡിങ് അപ്പ്. ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിക്വിഡേറ്റർ ഈ ഒരു വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഡിസൊല്യൂഷൻ ബൈ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുവഴിയും ഒരു കമ്പനി ഡിസോൾവ് ചെയ്യപ്പെടാം. അതായത് ഡിസൊല്യൂഷൻ 3 രീതിയിലാണ്. ഇഫ് ദ നെയിം ഓഫ് ദ കമ്പനി ഈസ് റിമൂവ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്നും കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, നെയിം റിമൂവ് ചെയ്യുകയാണെങ്കിൽ കമ്പനി ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ബൈ ദി ഓർഡർ ഓഫ് ദ ട്രിബ്യൂണലിൻ്റെ ഓർഡർ പ്രകാരം കമ്പനി ഡിസൊല്യൂഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ബൈ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ കമ്പനി വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. നെക്സ്റ്റ്, പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ് ഓഫ് ലയബിലിറ്റീസ്. ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി എന്തെല്ലാം പേയ്മെൻറ്റ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ് എന്തെല്ലാം ലയബിലിറ്റീസാണ് സെറ്റിൽ ചെയ്യേണ്ടത്, ആർക്കെല്ലാമാണ് എമൗണ്ട്സ് കൊടുക്കേണ്ടത്. ഓൾ റവന്യൂസ് ടാക്സസ് ടു ദി ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള എല്ലാ ടാക്സസും കൊടുത്തിരിക്കണം. ഓൾ വേജസ് ആൻഡ് സാലറീസ് ഓർ കമ്മീഷൻ. എല്ലാ എംപ്ലോയീസിന് കൊടുക്കേണ്ട വേജസ്, സാലറീസ്, കമ്മീഷൻ എല്ലാം കമ്പനി കൊടുത്തിരിക്കണം. ഓൾ അക്രൂഡ് ഹോളിഡേ റെമ്യൂണറേഷൻ അതിൻ്റെ എംപ്ലോയീസിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം. ഓൾ എമൗണ്ട് ഡ്യൂ ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂട്ടറീസുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രിബ്യൂട്ടറീസിന് എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം. ആൻഡ് ഓൾ എമൗണ്ട് ആസ് കോമ്പൻസേഷൻ അണ്ടർ വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് 1923. 1923 വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം കൊടുക്കേണ്ട കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം, എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. ഓൾ സം ഡ്യൂ ടു എനി എംപ്ലോയീസ് ഫ്രം പ്രൊവിഡൻറ്റ് ഫണ്ട് എറ്റ്സെട്ര. അതായത് പ്രൊവിഡൻറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എംപ്ലോയീസിന് കൊടുക്കാനുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാ എമൗണ്ടും കൊടുത്തിരിക്കണം. ദ എക്സ്പെൻസ് ഓഫ് എനി ഇൻവെസ്റ്റിഗേഷൻ റിഗാർഡിംഗ് സെക്ഷൻ 213 പ്രകാരം കമ്പനിയുടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൊടുത്തിരിക്കേണ്ടതാണ്. ഇതെല്ലാമാണ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ്. ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയുടെ പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ് ഇതെല്ലാമാണ്. നെക്സ്റ്റ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് അപ്പലറ്റ് ട്രിബ്യൂണൽ. കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 ബോഡീസ് പറയുന്നുണ്ട്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് അപ്പലറ്റ് ട്രിബ്യൂണൽ. ഈ രണ്ട് ബോഡീസിനെയും സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷസ് ദീസ് 2 ബോഡീസ്. ഈ 2
നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അതുപോലെ തന്നെ അപ്പാലറ്റ് ട്രിബ്യൂണലിനെ ഫോം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ കൺസിസ്റ്റ് ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് സച്ച് അതർ ജുഡീഷ്യൽ ടെക്നിക്കൽ പേഴ്സൺസ്. നാഷണൽ കമ്പനി ട്രിബ്യൂണൽ ആ ഒരു ബോഡിയിൽ ഒരു പ്രസിഡൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റ് ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ പേഴ്സൺസും ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ബോഡീൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ്, നാഷണൽ കമ്പനി ലോ അപ്പാലറ്റ് ട്രിബ്യൂണൽ കൺസിസ്റ്റ് ഓഫ് ചെയർമാൻ, ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെമ്പേഴ്സ് എക്സീഡിങ് 11. കമ്പനി ലോ അപ്പാലറ്റ് ട്രിബ്യൂണലിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 11 മെമ്പേഴ്സിൽ കൂടുതലുള്ള ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ പേഴ്സൺസ് ഉണ്ടായിരിക്കും. കമ്പനീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊവിഷൻസും എല്ലാ പവേഴ്സും എക്സസൈസ് ചെയ്യാനുള്ള 2 അതോറിറ്റീസാണ് ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് അപ്പാലറ്റ് ട്രിബ്യൂണൽസ്.